എല്ലാവർക്കും നമസ്കാരം. ഇവാസ് ആൻഡ് എഡീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോ സീഷോർ ഫാം പോയതിൻ്റെ പാർട്ട് 3 ആണ്. അപ്പോൾ ഇതിൽ ഞങ്ങൾ കുറച്ചൊക്കെ ഫാമിൽ കറങ്ങിയതിന് ശേഷം ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്, ക്യാൻറ്റീനിലേക്ക് പോവാണ്. അപ്പോൾ ഈ കനാലിൻ്റെ മീതെ കൂടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, അതിൽ ഞങ്ങൾ നടന്ന് ക്യാൻറ്റീനിൻ്റെ അവിടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പാർക്കിൽ നമ്മൾ ചുറ്റിക്കറങ്ങിയപ്പോൾ തന്നെ ഈ ഫാമിൻ്റെ ഉള്ളിലുള്ള കുറേ എന്തൊക്കെയുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. ക്യാൻറ്റീനിൽ നമുക്ക് അത്യാവശ്യം സ്നാക്സും ഒക്കെ ഉണ്ട്, ഐസ്ക്രീമും ഒക്കെ ഉണ്ട് അവിടെ. കുട്ടികൾക്കൊന്ന് ഫ്രഷ് ആവാനും ക്ഷീണമൊക്കെ മാറ്റാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഈ ഫാമിലുണ്ട്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. ക്യാൻറ്റീനിലേക്ക് പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ഒരു ഗുഹ അവിടെ കണ്ടത് കേട്ടോ. കണ്ട ചെറിയൊരു ഗുഹയുടെ മോഡൽ അവരുണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് 1-2 ആനിമൽസിന് സ്റ്റാച്യൂസൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് അതിൻ്റെ പുറത്തൊക്കെ കയറിയിരിക്കാം. ഗുഹയുടെ ഉള്ളിൽ കൂടെ ജസ്റ്റ് ചെറുതാണത്, ഉള്ളിൽ കൂടെ നമുക്ക് നടന്ന് വരും ചെയ്യാം. കുട്ടികളൊക്കെ അതിനുള്ളിൽ കയറി ഈ സിംഹത്തിൻ്റെ പുറത്തൊക്കെ കയറി ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ് ഇതിലുള്ളത്. അടുത്തത് ഞങ്ങൾ ബോട്ടിങ്ങിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ 4 പേർക്ക് ഇരുന്ന് പോവാം. കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ഈ 4 സീറ്റിൻ്റെയും സെൻറ്ററിലായിട്ട് കുട്ടികളെ അവർ ഇരുത്തിയിട്ടാണ് കൊണ്ടുപോകുന്നത്. പെഡൽ ബോട്ടാണ്. സുഖമായിട്ട് കുട്ടികൾക്കടക്കം അതിൽ ചവിട്ടി പോകാൻ പറ്റുന്ന, ഈസി ആയിട്ട് പോകാൻ പറ്റും. കുട്ടികൾ ശരിക്കും ഈ ബോട്ട് യാത്ര എൻജോയ് ചെയ്തു. ഫാമിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ട്രെയിനിൽ ഫാം ചുറ്റിക്കറങ്ങിയത് പോലെ തന്നെ ഈ ഫാമിൻ്റെ ഒരു കനാൽ അവരിങ്ങനെ കുറച്ച് ഭാഗത്തു കൂടെ അങ്ങനെ റൗണ്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ നമ്മൾ ഈ പെഡൽ ബോട്ടിൽ ചുറ്റി വരാണ് കേട്ടോ. പിള്ളേരുടെ ബോട്ട് കൺട്രോൾ ചെയ്യുന്ന ആളാണ് സെൻറ്ററിലിരിക്കുന്നത് കേട്ടോ. അവൻ ഗിയർ മാറ്റിയിട്ട് ബോട്ട് ഓരോ ചുമരിൽ പോയി മതിലിൽ പോയി ഇടിക്കുകയായിരുന്നു.
ബാക്കിലോട്ട് ചവിട്ടി റിവേഴ്സ് എടുക്കാം. പിന്നെ റൈറ്റും ലെഫ്റ്റൊക്കെ തിരിച്ച് നമുക്ക് ബോട്ടിൻ്റെ ഡയറക്ഷനൊക്കെ മാറ്റാൻ പറ്റും. അത് അവർ ബോട്ട് തിരിക്കാനുള്ള ശ്രമത്തിലാണ്, സ്ട്രൈറ്റ് ആക്കാനുള്ള ശ്രമത്തിലാണ്. അവർ ബോട്ട് ഒരുവിധം തിരിച്ച് റെഡിയാക്കി വന്നതിന് ശേഷം ഒരു കാര്യം ഉണ്ടായി. ബോട്ടിൻ്റെ ഉള്ളിലൊരു സ്പൈഡർ പിള്ളേരിയ്ക്കുന്നിടത്ത്. പിള്ളേർക്കാണെങ്കിൽ ഇതിനെ കാണുന്നതേ പേടിയാണ്. നമുക്കും ടെൻഷനായി, പിള്ളേരെങ്ങാനും അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് ചാടുമോ പേടിച്ചിട്ട്. അവിടെ എഴുന്നേറ്റ് നിൽക്കാൻ പോവാണ് സീറ്റിൽ. അങ്ങനെ രസകരമായ ബോട്ട് യാത്രയും കഴിഞ്ഞ് ഞങ്ങളിനി അടുത്തത് എന്ത് വേണം എന്നുള്ള ആലോചനയിലാണ്. ഇനി നമ്മൾ പാർക്കിലൊക്കെ കയറാനുണ്ട്. പിന്നെ പാർക്കിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ കൂടി ഉണ്ട്. അപ്പോൾ ലെങ്തി ആയതുകൊണ്ട് അത് ഇനി അടുത്ത വീഡിയോയിൽ പാർക്കൊക്കെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണണേ. താങ്ക് യു.